ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആ കൃതികൾക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശുദ്ധമായ അദ്വൈത തത്വങ്ങളെ കോർത്തിണക്കിയതാണ്, ഉപദേശങ്ങളാണ്. ഒരു ജ്ഞാനിയായ ഗുരു അജ്ഞാനിയായ ശിഷ്യനോട് കൊടുക്കുന്ന, ശിഷ്യനോട് പറയുന്ന ഉപദേശങ്ങളാണ്. തീർച്ചയായിട്ടും അത് ഈ ആത്മോപദേശ ശതകം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ അത് ആര് പഠിക്കണം, ആര് പഠിപ്പിക്കണം, അതിന് കൃത്യമായ ഒരു യോഗ്യതകളെക്കുറിച്ചും പറയുന്നുണ്ട്, ഗുരു തന്നെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള യോഗ്യതകൾ നോക്കിയിട്ടല്ല ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ കൃതികളും ഭഗവത്ഗീതയും ഉപനിഷത്തും അങ്ങനെയുള്ള വളരെ ഗൗരവമർഹിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിൻ്റെ പോരായ്മയോ ഇത് ജീവിതഗന്ധിയാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന വിദ്യ ജീവിതസ്പർശിയാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനം ഉള്ളതായിട്ട് വരണമെങ്കിൽ അത് അതിൻ്റെ യോഗ്യതയോടുകൂടി പഠിക്കണം. ഇല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് പ്രയോജനമില്ലാതെ വരികയും പിന്നീട് ആ വിദ്യയെ നമ്മൾ തള്ളിപ്പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അപകടം എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വിദ്യയുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മളുടെ കുഴപ്പമാണ് മാറ്റങ്ങൾ ഉണ്ടാകാത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ആത്മോപദേശ ശതകത്തിൽ സത്തിനെക്കുറിച്ച് ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്. അതും ഇതുമല്ല, സത് അർത്ഥമല്ല. ഇവിടെ സത്തിനെ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന അദൃശ്യമായിട്ടുള്ള ചൈതന്യത്തെ, അതിനെ ബ്രഹ്മമെന്ന് പറയും, പരമാത്മാവ് എന്ന് പറയും, പരമ്പൊരുൾ എന്ന് പറയും, ഗുരുവിൻ്റെ ഭാഷയിൽ അറിവ് എന്ന് പറയും. അപ്പോൾ അതും ഇതുമല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവുമല്ല അഹം എന്ന് തെളിഞ്ഞ ധീരനായി. അപ്പം ഇവിടെ ഗുരു പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് അതും ഇതുമൊന്നുമല്ല, സച്ചിദമൃതമെന്ന്. സത്ത് ചിത്ത് ആനന്ദം, അതാണ് സച്ചിദമൃതം എന്ന് തെളിഞ്ഞ ധീരനായി. ഈ സതും സത്തും അസതും ഒക്കെ അതിൻ്റെ പ്രതിപത്തിയൊക്കെ അറ്റ് നമ്മൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ സാക്ഷാത്കരിക്കണം. അപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓം പ്രണവം എന്ന് മനസ്സിലാക്കിയിട്ട് സത്വവും ഇതി മൃദുവായി അമർന്നിടണം. അവിടെ ആ ഓമിൽ നമ്മൾ അമരണം എന്ന് പറയുമ്പോൾ നമ്മുടെ വാദകോലാഹലങ്ങളെല്ലാം അസ്തമിച്ച് ഈ സത്തിനെക്കുറിച്ചും അസത്തിനെക്കുറിച്ചുള്ള വാദകോലാഹലങ്ങളുണ്ട്. അസത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബാഹ്യമായിട്ടുള്ള ഭൗതിക ലോകം, അതിനകത്തുള്ള വാദപ്രതിവാദങ്ങൾ. ഇനി സത്ത്, പരമ്പൊരുളിനെ കുറിച്ചുള്ള കുറേ വാദകോലാഹലങ്ങളെല്ലാം. ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള വാദകോലാഹലങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ള അടക്കമുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും തനതായ സ്വഭാവം എന്ന് പറയുന്നത് ഈ പരമ്പൊരുൾ, ഈ പ്രണവ സ്വരൂപമാണ്, ചൈതന്യ സ്വരൂപമാണ്. ഓം നമ്മൾ ചൊല്ലുമ്പോൾ അതിനൊരു നാദമുണ്ട്. അപ്പോൾ ഇങ്ങനെ
ഭൗതികമായിട്ടുള്ളതിൻ്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് സാക്ഷിയായിട്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ മാറാത്ത ഒന്ന് അവിടെ ഉണ്ടാകണം. അതാണ് താൻ എന്നുള്ള ബോധത്തിലേക്ക് ഒരാളെ കൈപിടിച്ചുയർത്തുന്നത്. അത് വെറും ഒരു ചിന്ത കൊണ്ടോ വെറും പുസ്തക പഠനം കൊണ്ടോ അല്ലെങ്കിൽ പലതിനെക്കുറിച്ചുള്ള കേൾവി കൊണ്ടോ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. മറിച്ച് അതിനെ ശരിയായ രീതിയിൽ സാധന അല്ലെങ്കിൽ തപസ്, ആഴത്തിലുള്ള ആ തപസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഏറ്റവും വലിയ ചതി നമ്മളോട് ചെയ്യുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. പലപ്പോഴും മനസ്സ് നമ്മളെ വഴിതെറ്റിച്ച് വിട്ടുകളയും. ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. പ്രലോഭനങ്ങൾ പല രീതിയിലാണ്. ഈ പ്രലോഭനങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയുന്നത് ആരാണോ അതാണ് ഞാൻ എന്നുള്ള അറിവിലേക്ക് അവൻ ഉണരണം. അങ്ങനെ ഉണരാതിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു സൂചിപ്പിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായി ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിന് അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. ആ അറിവോടുകൂടി നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷനില്ലാതെ, തെറ്റായ ധാരണകളില്ലാതെ, തെളിച്ചത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു സുന്ദരമായ ഒരു ജീവിതം നമുക്കുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ലോകത്ത് ലഭ്യമായിട്ടുള്ള അറിവുകളൊക്കെ അതൊക്കെ പ്രദാനം ചെയ്യുന്നത് അവന് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സുഖമാണ് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. അതിന് അറിവ് മാത്രമാണ് പോംവഴിയെന്ന് ഗുരു ഊന്നി പറയുകയാണ്. നമ്മളും ആ വഴിയിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ജീവിതവും അർത്ഥവത്താകും. അതിന് ഏവർക്കും സാധിക്കട്ടെ.